പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം മെനയുകയാണ് തന്റെ വത്സല പുത്രനു വേണ്ടി. ദൈവത്തിന്റെ ചങ്കിന്റെ ചൂടറിഞ്ഞവൻ, അവന്റെ മടിയിൽ കിടന്നുറങ്ങിയ വത്സല ശിഷ്യനായ യോഹന്നാൻ സഞ്ചരിക്കുകയാണ് കാലങ്ങൾക്കപ്പുറത്തേക്ക്, പ്രവചനങ്ങൾക്കപ്പുറത്തേക്ക്. ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചുള്ള വാങ്മയ ചിത്രം തന്റെ വാക്കുകളിലൂടെ അവൻ വരച്ചു വെക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, ആ വചനം തന്നെയാണ് ഈശോമിശിഹ. ഈ ഈശോമിശിഹായും വചനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് യോഹന്നാൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പിൽ എടുത്തു വെക്കുന്നത്. മറ്റു സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആരംഭം. ഒരു കവിത പോലെ ആരംഭിക്കുന്നു. പുതിയ ഒരു ആരംഭം എന്ന നിലയിലാണ് യോഹന്നാൻ തന്റെ സുവിശേഷം ആരംഭിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോയുടെ വംശാവലി ആരംഭിക്കുന്നത് അബ്രാഹത്തിൽ നിന്നാണ്. സാധാരണ ഒരു യഹൂദ വംശാവലി ആരംഭിക്കുന്നത് പോലെ മത്തായി തന്റെ വംശാവലി ആരംഭിച്ച് ഈശോയിൽ എത്തിച്ചേരുന്നു. എന്നാൽ ലൂക്കാ സുവിശേഷകനാകട്ടെ, ചരിത്രകാരനായ ലൂക്കാ സുവിശേഷങ്ങളിൽ ഈ വംശാവലി വ്യത്യസ്തമായ ഒരു രീതിയിൽ പുറകോട്ട് സഞ്ചരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് യോഹന്നാൻ കടന്നു നിൽക്കുന്നു. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് മുതൽ യോഹന്നാന്റെ കൊച്ചുവാക്കുകളിലൂടെ മനോഹരമായിട്ടുള്ള ഒരു വംശാവലിയാണ് യോഹന്നാൻ തന്റെ വാക്കുകളിലൂടെ നമ്മുടെ മുമ്പിൽ എടുത്തു വെക്കുന്നത്. വചനം മാംസമായ ഈശോമിശിഹായുടെ ചൂടറിഞ്ഞ യോഹന്നാൻ കാലങ്ങൾക്കപ്പുറത്തേക്ക്, സമയങ്ങൾക്കപ്പുറത്തേക്ക് അവൻ തന്റെ വാക്കുകളിലൂടെ സഞ്ചരിക്കുകയാണ് ചെയ്തത്. ഈശോയുടെ മനോഹരമായിട്ടുള്ള കൊച്ചുവാക്കുകളിലൂടെ തന്റെ വംശാവലി അവൻ പൂർത്തീകരിക്കുകയാണ്. നീ വചനത്തിന്റെ ചൂടറിയണം, എന്നിരുന്നാൽ മാത്രമേ വചനം നിന്നിൽ മാംസമായി അവതരിക്കുകയുള്ളൂ. വചനം നിന്നിൽ അവതരിക്കണമെങ്കിൽ സഹനങ്ങളിലൂടെ യാത്രയാകണമെന്ന് യോഹന്നാന്റെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നീ വചനത്തിന്റെ ചൂടറിയണം, കാരണം വചനം ദൈവമാണ്. വചനം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവം നിന്റെ ഉള്ളിലുണ്ട്. നിന്റെ ഉള്ളിൽ വചനത്തിന്റെ ചൂടുണ്ടോ? ഇല്ലെങ്കിൽ നീ അടയിരിക്കണം, പരിശുദ്ധ അമ്മയെപ്പോലെ, യോഹന്നാനെ പോലെ. എങ്കിലേ ഇരുളിൽ നീ പ്രകാശിക്കുകയുള്ളൂ. ഒരു കൊച്ചു കഥ ഇപ്രകാരമാണ്. ഒരു ഇടവക ദേവാലയം, വൃദ്ധനായ വൈദികൻ, എന്നും മുടങ്ങാതെ വരുന്ന ഒരു ഭക്തനായ ഒരു മനുഷ്യൻ. ഒരു നാൾ വൈദികൻ നോക്കുമ്പോൾ ആ മനുഷ്യനെ വിശുദ്ധ ബലിയിടയിൽ കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ പല ദിവസങ്ങളും കഴിഞ്ഞു. ഈ മനുഷ്യന്റെ വീട് ഒരു കുന്നിൻ മുകളിലാണ്. ഈ വൈദികൻ വടിയും പിടിച്ച് തണുത്ത വഴിയിലൂടെ അവൻ യാത്രയായി. ആ മനുഷ്യൻ തന്റെ വീട്ടിലിരുന്ന് കാണുന്നുണ്ട് വൃദ്ധനായ വൈദികൻ വടിയും കുത്തിപ്പിടിച്ച് ഈ കുന്നിൻ ചെരുവിലേക്ക് കടന്നു വരുന്നത്. ആ മനുഷ്യൻ വീടിന്റെ ഉള്ളിലേക്ക് കടന്നിരുന്നു, വാതിലുകളെല്ലാം തുറന്നിട്ടുകൊണ്ട് തന്നെ. വൈദികൻ വീട്ടിൽ വന്ന് ചോദിച്ചു, ആരുമില്ലേ? നോക്കിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നു. വൈദികൻ ഉള്ളിലേക്ക് കടന്നു. നോക്കിയപ്പോൾ പള്ളിയിൽ വരാതിരുന്ന ആ മനുഷ്യൻ ചൂട് കായാൻ വേണ്ടി നെരിപ്പോടിനടുത്ത് വന്നിരിക്കുകയാണ്. വൈദികനും ആ നെരിപ്പോടിനടുത്തേക്ക് കസാര മാറ്റിയിട്ടുണ്ട് അവിടെ ഇരുന്നു. ഒന്നും മിണ്ടുന്നില്ല രണ്ടുപേരും. വൈദികൻ പതുക്കെ പതുക്കെ ആ ചൂടുള്ള കരിക്കട്ടയിലേക്ക് നോക്കുന്നുണ്ട്. ചില കരിക്കട്ടകൾ തീ പിടിക്കാതെ ചാരം മൂടി തുടങ്ങുന്നുണ്ട്. വൈദികൻ തന്റെ കയ്യിലെ വടിയെടുത്തുകൊണ്ട് ആ കനൽക്കട്ടകളൊന്ന് മാറ്റിക്കൊടുക്കുമ്പോൾ അതിന്റെ ചാരമെല്ലാം പോയിക്കൊണ്ട് തീ കത്തുന്ന അനുഭവം ആ മനുഷ്യന് പങ്കുവെക്കുകയാണ്. ഒന്നും മിണ്ടാതെ ആ വൈദികൻ തിരികെ നടക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ,
നിന്റെ ഉള്ളിൽ വചനത്തിന്റെ ചൂടുണ്ടാകണം. ആ ചൂട് കെട്ടടങ്ങുന്നുണ്ടെങ്കിൽ, ചാരമാകുന്നുണ്ടെങ്കിൽ, നീ നിന്റെ കൂദാശകളിലൂടെ അതെല്ലാം പൊടിതെറ്റി മാറ്റി കനലായി മാറി നിൽക്കണം. നിന്റെ ആ ചൂടിൽ നിന്നാണ് പ്രകാശമുണ്ടാവുക. വചനം, നിന്റെ ഉള്ളിലെ വചനം മറ്റുള്ളവർക്ക് പ്രകാശമായി മാറട്ടെ. അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.